ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ചപ്പാത്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചപ്പാത്തി എന്താ ഇതിൽ പറയാനുള്ളതെന്ന്. പക്ഷേ അങ്ങനെയല്ല, നല്ലൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇത്രയും നല്ല സോഫ്റ്റായിട്ട് രാവിലെ ചുട്ടാൽ നമുക്ക് വൈകുന്നേരം വരെ അത്രയ്ക്കും സോഫ്റ്റാണ് ഈ ചപ്പാത്തി. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് 250 മില്ലിൻ്റെ 2 കപ്പിൽ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല. അതിലോട്ട് 1 സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമായിട്ട് ചേർക്കണം. ഇത് ചേർത്താൽ നല്ലൊരു മയം ഉണ്ടാവും ചപ്പാത്തിക്ക്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഉപ്പും നെയ്യൊക്കെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇവ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നല്ല തിളക്കുന്ന വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. തിളക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. കൈ ഒരിക്കലും ഇടത് പൊള്ളിപ്പോവും. അപ്പം കൂടുതൽ ഒഴിച്ച് കൊടുക്കണ്ട. ആദ്യം കുറച്ച് പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്നത് പോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നനച്ചെടുക്കുക. ഫുള്ളായിട്ടൊന്നും ഒഴിച്ച് കൊടുക്കരുത്. ഇങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. വെള്ളം കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ നല്ല ടൈറ്റിലും ആവരുത് ഇത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത്രയും കുഴച്ചാൽ മതി. എന്നിട്ട് ഈ ചൂടൊന്ന് പോയി വരണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. എങ്കിലും ഇളം ചൂട് ഉണ്ടാവും. നല്ല തിളക്കുന്ന വെള്ളത്തിൽ ചേർത്തത് അതിൻ്റെ പേരിലാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ കുഴച്ചെടുക്കാം. ഇങ്ങനെ കുറച്ച് ലൂസ് വേണം. നല്ല ടൈറ്റ് അല്ല, ഞാൻ പറഞ്ഞല്ലോ. കുറച്ച് ലൂസിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്. കൈക്ക് പറ്റിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ എടുത്ത് കുറച്ച് കയ്യിൽ അഥവാ നല്ല ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി. ഇത്രയും സോഫ്റ്റായിട്ട് കിട്ടണം. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ അടിച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ എന്തായെന്ന് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ഓരോ പോർഷനാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും. നമുക്ക് എത്രയാണ് വലിപ്പത്തിന് ആവശ്യമുള്ള ഡോ ആക്കി മാറ്റാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിട്ട് ഒരു ട്രേയിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ട്രേയിലാക്കി വെച്ചിട്ട് ഇനി റെസ്റ്റൊന്നും ചെയ്യേണ്ട. നമുക്കിതിലൊന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ 2 സൈഡിലും ഗോതമ്പ് പൊടി തന്നെയാണ് മുക്കി എടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പൊടിൻ്റെ കൂടുതൽ ആവശ്യം വരില്ല. പൊടി കൂടിപ്പോയാൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പാനിലോട്ട് ഈ പൊടിയൊക്കെ കരിഞ്ഞ് വരും. അതിൻ്റെ പേര് ചപ്പാത്തിയും ഒരു സ്മെല്ല് വരും കരിഞ്ഞ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. നിങ്ങൾക്ക് റൗണ്ടിൽ കിട്ടുന്നില്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് മുറിച്ചെടുക്കുക. ഇല്ലെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ റൗണ്ടിൽ കിട്ടുന്നില്ലെങ്കിൽ മറ്റൊരു ഐഡിയ, ക്രോസ് ഷേപ്പിൽ നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. അതായത് എക്സ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടും. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള പൊടികളൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ ഈ ചപ്പാത്തിയിൽ പൊടികൾ ഉണ്ടാവില്ല. ഇത്രയും തിന്നിലാണ് ഞാനിപ്പോൾ ഇതിനെ പരത്തിയെടുത്തിട്ടുള്ളത്. എത്ര തിന്നാവോ അത്രയും സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി. അങ്ങനെ എല്ലാ ചപ്പാത്തിയും ഞാനിപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒട്ടിപ്പിടിക്കുന്നില്ല. അതിന് ശേഷം ഞാൻ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഓരോന്നായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പാൻ നല്ല ചൂടിൽ തന്നെ ആയിരിക്കണം. ഇപ്പോൾ ഞാൻ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. അത്രയും മതി. എന്നിട്ട് പൊങ്ങി വരും. മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന കാണുമ്പോൾ ഒന്നും കൂടി മൊരിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് തിരിച്ച് കൊടുക്കണം. എങ്കിലേ എല്ലാ വശവും വെന്ത് വരത്തുള്ളൂ. പൊങ്ങി വരാൻ ഈസി ആയിരിക്കും. ഇത് നമുക്കൊന്ന് പൊന്തിച്ചെടുക്കാം. ഇത് അല്ലെങ്കിലേ പൊങ്ങി വരും. ഒരു ടിഷ്യൂവിൻ്റെ സഹായത്തോടെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. പ്രസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പൊങ്ങി കിട്ടും. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ചപ്പാത്തി നല്ല പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത ചപ്പാത്തി ഇടുമ്പോൾ ഈ പാനൊന്ന് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുക. കാരണം അതിൽ ചിലപ്പോൾ പൊടി ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ചപ്പാത്തി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഓരോന്ന് ഇടുന്നതിന് മുമ്പും തുടച്ച് കൊടുക്കുക.
അങ്ങനെ എല്ലാ ചപ്പാത്തിയും ഞാനിപ്പോൾ ചുട്ടെടുക്കുകയാണ്. ഇതേ രീതിയിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ചപ്പാത്തി കിട്ടും. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഈ ചുട്ട ചപ്പാത്തിയൊക്കെ ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിനുള്ളിൽ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ടിഷ്യൂ പേപ്പർ തന്നെ വേണമെന്നില്ല, വെളുത്ത നല്ല കോട്ടൻ്റെ തുണിയായാലും മതി. ഞാനിപ്പോൾ ടിഷ്യൂവിൽ ഇട്ടുന്നേ ഉള്ളൂ. എന്നിട്ട് ചുട്ടിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കുറച്ച് സമയം വെച്ചതിന് ശേഷം കാസറോളിലോട്ട് മാറ്റാതെ അതിന് മുന്നേ ആയിട്ട് ഞാനിപ്പോൾ കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണം മാത്രം ചെയ്താൽ മതി. നല്ലൊരു അരോമയും കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ ചപ്പാത്തി ഒട്ടും തന്നെ ഡ്രൈ ആവുകയും ചെയ്യില്ല ഇങ്ങനെ ചെയ്താൽ. എന്നിട്ട് ഓരോ ചപ്പാത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലോട്ടായിട്ടും ഞാൻ നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് നല്ല ഇഷ്ടമായത് കൊണ്ട് മാത്രമാണ്. സോഫ്റ്റ് അല്ലെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് നെയ്യ് പുരട്ടി കൊടുത്താൽ നല്ലൊരു അരോമ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നെയ്യ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം ക്വാണ്ടിറ്റി യൂസ് ചെയ്താൽ മതി, കൂടുതലാവരുത്. അങ്ങനെ നമുക്ക് ഇതിന് മൂടി വെക്കാം. ഇപ്പം ഞാൻ വൈകുന്നേരമായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരമായിട്ടും ഈ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റാണ്. ഞാനൊന്ന് പൊളിച്ച് കാണിക്കാം. കടല വലിക്കുമ്പോൾ തന്നെ അത്രയ്ക്കും സോഫ്റ്റാണ് ഈ ചപ്പാത്തി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.